സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് തിരഞ്ഞെടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 100 ചോദ്യങ്ങളാണുള്ളത്. ഒരു ക്വിക്ക് റിവിഷൻ ക്ലാസ് ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഖേൽ രത്നം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം? ഡി. ഗുകേഷ്. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണം? NVS-02. NVS-02. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം? ഇന്തോനേഷ്യ. 2024 ഐവറി പുരസ്കാരത്തിന് അർഹയായത്? KS ചിത്ര. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം. 2025 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ISROയുടെ ചെയർമാൻ? വി. നാരായണൻ. അർബൻ വേട്ട എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? അർബൻ വേട്ട. എ. സജി കുമാർ. എ. സജി കുമാർ. 2025 നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദിയുടെ പേര്? MT നീളം. MT നീളം. 2025 സൂപ്പർ സൺ ദൃശ്യമായ ദിവസം? ജനുവരി 4. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം? ഒഡീസിയസ്. ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത്? ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന ആത്മകഥ എഴുതിയത് ഫ്രാൻസിസ് മാർപ്പാപ്പ. 2024 ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം? റീഡ് യുവർ വേ. ലോക പുസ്തക പകർപ്പവകാശ ദിനം ഏപ്രിൽ 23. യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തെരഞ്ഞെടുത്ത നഗരം? സ്ട്രാസ്ബർഗ് ആണ്. ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ് ആണ് 2024 ലോക പുസ്തക തലസ്ഥാനം. 2024 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്സ്. ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22. 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന വാൽ നക്ഷത്രം? ഡെവിൾ ധൂമകേതു. 12P പോൺസ് ബ്രൂക്സ്. ഇറാന്റെ സഹായത്തോടെ നിർമ്മിച്ച ഉമായ ജലവൈദ്യുത പദ്ധതി ഏത് രാജ്യത്താണ്? ശ്രീലങ്ക. വിനോദസഞ്ചാരികൾക്ക് പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ ലോകത്തിലെ ആദ്യത്തെ നഗരം? വെനീസ്. ഇറ്റലിയിലെ വെനീസ്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം? റൊമാനിയ. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പ്? പാട്രിയറ്റ്. 2025 ജനുവരിയിൽ അന്തരിച്ച കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തി? S. ജയചന്ദ്രൻ.
കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കിയ 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി KS മണിലാൽ. 2025 മന്നത്ത് പത്മനാഭന്റെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 148. 19ാമത് ചേരിചേര സമ്മേളനത്തിന് വേദിയായത്? കമ്പാല, ഉഗാണ്ടയില് കമ്പാല. 2024 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം? റഷ്യ. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം? ദക്ഷിണാഫ്രിക്ക. 2024 ബ്രസീലാണ് ആതിഥേയത്വം വഹിച്ചത്. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ? ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം? അമേരിക്ക. ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന്റെ വേദി? ദാവോസ്, സ്വിറ്റ്സർലൻഡില് ദാവോസ്. കേൾവിശക്തിയുടെ പ്രാഥമിക പരിശോധനകൾക്കായി ലോകാരോഗ്യ സംഘടനയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ? ഹിയർ WHO. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ച സമാധാന നോബൽ സമ്മാന ജേതാവ്? മുഹമ്മദ് യൂനൂസ്. ചാറ്റ് GPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം? ഗ്രോക്ക്. ആദ്യമായി മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി? ന്യൂറാലിങ്ക്. ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് കന്നിയാത്ര തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ? ഐക്കൺ ഓഫ് ദി സീസ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലായ ഐക്കൺ ഓഫ് ദി സീസിന് പേര് നൽകിയ ഫുട്ബോൾ താരം? ലയണൽ മെസ്സി. 2024 ലോകസുന്ദരിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്? ക്രിസ്റ്റീന പിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്കിന്റെ ക്രിസ്റ്റീന പിസ്കോവ. 2024 ലോകസുന്ദരി മത്സരത്തിന്റെ വേദി? മുംബൈ. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം? സ്വീഡൻ. രഹസ്യ സ്വഭാവമുള്ളതും രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുമായ രേഖകൾ പരസ്യമാക്കിയ കേസിൽ 10 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ച മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി? ഇമ്രാൻഖാൻ. 2024 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം? യെസ് വി ക്യാൻ എൻഡ് TB. 2024 ലോക കുഷ്ഠരോഗ ദിനത്തിന്റെ പ്രമേയം? ബീറ്റ് ലെപ്രോസി. 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായവർ? അർമാൻഡോ ആഗ്നെലോ കൊളോസോ, ഫുട്ബോൾ താരം അർമാൻഡോ ആഗ്നെലോ കൊളോസോ. S മുരളീധരൻ, ബാഡ്മിന്റൺ താരം S മുരളീധരൻ. 2024 ദ്രോണാചാര്യ ആജീവനാന്ത പുരസ്കാരത്തിന് അർഹനായ മലയാളി ആര് എന്ന് ചോദിച്ചാൽ S മുരളീധരൻ.
2024 മൗലാന അബ്ദുൽ കലാം ആസാദ് ട്രോഫി ജേതാക്കൾ. ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റി. 2024 ദ്രോണാചാര്യ അവാർഡിന് അർഹരായവർ. സുഭാഷ് റാണ, ദീപാലി ദേശ്പാണ്ഡെ, സന്ദീപ് സാങ്വാൻ. സുഭാഷ് റാണ പാരാ ഷൂട്ടിംഗ് താരം സുഭാഷ് റാണ, ഷൂട്ടിംഗ് താരം ദീപാലി ദേശ്പാണ്ഡെ, ഹോക്കി താരം സന്ദീപ് സാങ്വാൻ 2024 ദ്രോണാചാര്യ അവാർഡിന് അർഹരായവർ. 2024 അർജുന ജേതാക്കൾ, ആജീവനാന്ത പുരസ്കാരം അർജുന ജേതാക്കൾ. സുജാ സിംഗ്, മുരളീകാന്ത് രാജാറാം പേദ്കർ. അത്ലറ്റിക്സ് സുജാ സിംഗ്, പാരാ സ്വിമ്മിംഗ് താരം മുരളീകാന്ത് രാജാറാം പേദ്കർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈയിടെ ലഭിച്ച മുബാറക് അൽ കബീർ പുരസ്കാരം ഏത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയാണ്? കുവൈത്ത്. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപിയുടെ കവിതാ സമാഹാരം മനോരഥം. 2025 ജനുവരിയിൽ പുറത്തുവിട്ട IQ എയർ ക്വാളിറ്റി സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും മലിനമായ നഗരം ലാഹോർ, പാകിസ്ഥാനിലെ ലാഹോർ. 2025 ജനുവരിയിൽ പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ മലയാളി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എന്റർടൈൻമെന്റ് സമ്മിറ്റ് 2025 ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കയറുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന റെക്കോർഡിന് അർഹയായത് കാമ്യ കാർത്തികേയൻ. സീനിയർ ദേശീയ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 കിരീടം നേടിയ സംസ്ഥാനം കേരളം. ലോക ബ്ലിറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ വൈശാലി. 2025 ദേശീയ സരസ് മേളയുടെ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം കേരളം. 2024 അർജുന അവാർഡിന് അർഹയായ അന്നു റാണി ഏത് മേഖലയിൽ പ്രസിദ്ധയാണ്? അത്ലറ്റിക്സ്. മീർക്കാറ്റ് റേഡിയോ ടെലസ്കോപ്പ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണാഫ്രിക്ക. കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് ക്ഷേമനിധി ബോർഡിന്റെ ഇടപാടുകാരെ സഹായിക്കാൻ തയ്യാറാക്കിയ AI റിസപ്ഷനിസ്റ്റ് കെല്ലി. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ ഉയർന്ന റേറ്റിംഗ് സ്വന്തമാക്കുന്ന ഇന്ത്യൻ ബോളർ ജസ്പ്രീത് ബുംറ. 97ാമത് ഓസ്കാർ അവാർഡിനുള്ള ബ്രിട്ടന്റെ ഔദ്യോഗിക എൻട്രിയായി പട്ടികയിൽ ഇടം പിടിച്ച ഹിന്ദി ചിത്രം സന്തോഷ്. അതിദരിദ്രരല്ലാത്തവരും വയോജന ഭിന്നശേഷി സൗഹൃദവുമായ നഗരത്തിനായി കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതി സമന്വയ. ബഹിരാകാശത്ത് പയറുവിത്തുകൾ മുളപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ ഗവേഷണ ഏജൻസി ISRO. ആത്മാവിന്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെന്ററി ആരുടേതാണ്? വേണു നായർ. 2025 ജനുവരിയിൽ അന്തരിച്ച ഇന്ത്യയുടെ ആണവശേഷി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ജഗതി ശ്രീകുമാർ. വിലാസിനി
നോവൽ പുരസ്കാരം ലഭിച്ചത്? എ നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന്. വിലാസിനി നോവൽ പുരസ്കാരത്തിന് അർഹയായത് എ നസീറയാണ്. എ നസീറയുടെ ഉച്ചാടനം എന്ന നോവലിന്. പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക പുരസ്കാരം ലഭിച്ചത്? കെ ജയകുമാർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായത്? തൃശൂർ. 2025 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി? ഭുവനേശ്വർ. 2024-25 ഇന്ത്യയുടെ GDP വളർച്ച? 6.4%. 6.4%. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ? CR 450. CR 450. ഭൂമിക്കപ്പുറത്ത് ജീവന്റെ സാധ്യത അന്വേഷിക്കാൻ 2024 ഒക്ടോബർ 14 വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പയിലേക്ക് നാസ വിക്ഷേപിച്ച ഉപഗ്രഹം? യൂറോപ്പ ക്ലിപ്പർ. യൂറോപ്പ ക്ലിപ്പർ വിക്ഷേപിച്ച തീയതി 2024 ഒക്ടോബർ 14. 2025 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം? ബ്രസീൽ. ബ്രസീലില് ബെലെ. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യം? ചൈന. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ എത്തിയ ആദ്യ വ്യക്തി? ക്രിസ് ബ്രൗൺ. ബ്രിട്ടന്റെ ക്രിസ് ബ്രൗൺ. റഷ്യ അടുത്തിടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ? ഗാരി കാസ്പറോവ്. ലോക സന്തോഷ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ രാജ്യം? ഫിൻലാൻഡ്. ലോക വ്യാപാര സംഘടനയിൽ അംഗമായ പുതിയ രാജ്യങ്ങൾ? തിമോർ ലെസെ, കൊമോറസ്. നേപ്പാളിന്റെ ഔദ്യോഗിക ടൂറിസം തലസ്ഥാനമായി പ്രഖ്യാപിച്ചത്? പൊഖാറ. ലോകത്തിലെ ആദ്യ 3D പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വരുന്ന രാജ്യം? സൗദി അറേബ്യ. മനുഷ്യനെ അരനൂറ്റാണ്ടിനു ശേഷം വീണ്ടും ചന്ദ്രനിലെത്തിക്കുവാനുള്ള നാസയുടെ ദൗത്യം? ആർട്ടമിസ്. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് നൽകുന്ന ഇന്ദിരാഗാന്ധി പുരസ്കാരം ലഭിച്ചത്? പ്രശസ്ത കഥക് കലാകാരൻ പണ്ഡിറ്റ് രാജേന്ദ്ര ഗംഗാനി. ഫോർട്ട് വില്യം എന്നറിയപ്പെട്ടിരുന്ന കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേര്? വിജയ് ദുർഗ്. വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഐക്യരാഷ്ട്രസഭയുടെ മാതൃകയിൽ ആരംഭിച്ച സംഘടന? ഇന്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസ്, ഇപ്ക. തദ്ദേശ പുരസ്കാരത്തിന് അർഹമായ മികച്ച ജില്ലാ പഞ്ചായത്ത്? കൊല്ലം. ശ്രീ പാർവതി സ്ത്രീരത്ന പുരസ്കാരത്തിന് അർഹയായത്? അനുകുമാരി. പ്രഥമ പത്മകീർത്തി പുരസ്കാരം ലഭിച്ചത്? ഡോക്ടർ നാരായണൻ. ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത്? KP ശങ്കരൻ. രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം?
കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗാനറ്റ്സ്. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ നാഷണൽ പുരസ്കാരത്തിന് അർഹനായത് ജിംസിത് അമ്പലപ്പാട്. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഭാരത് ജൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻ കാങ്. പെറുവിലെ ലിമയിൽ നടന്ന 2024 ISSF ജൂനിയർ വേൾഡ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യ. 2024 ഗ്ലോബൽ നേച്ചർ കൺസർവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 176. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി ചുമതലയേറ്റത് രത്തൻ യു കേൽക്കർ. കേന്ദ്ര സർക്കാരിന്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡിന് അർഹമായ കേരളത്തിലെ സ്ഥലങ്ങൾ കടലുണ്ടി, കുമരകം. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് കാരിച്ചാൽ ചുണ്ടൻ, പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ കാരിച്ചാൽ ചുണ്ടൻ. നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവ് അടിസ്ഥാനമാക്കുന്ന അർബൻ ഗവേണൻസ് ഇൻഡെക്സിൽ 1ാമത് എത്തിയത് കേരളം. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025 നടന്നത് ഏത് രാജ്യത്താണ്? പാരീസ്. ഈ മാലിന്യം കൊണ്ട് നിർമ്മിച്ച മാതൃക എന്ന പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം കാൺപൂർ, ഉത്തർപ്രദേശിലെ കാൺപൂർ. വൃദ്ധരുടെ ക്ഷേമത്തിനായി വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ആരംഭിക്കുന്ന വയോജന സൗഹൃദ പദ്ധതി സഹയാത്ര. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനമേത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. ലോകത്തിലാദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഫിൻലാൻഡ്. കേരള വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ ബാലഗോപാൽ ചന്ദ്രശേഖർ. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ജേതാക്കൾ ഗുകേഷ് ടി, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ഭാക്കർ. ഗുകേഷ് ടി ചെസ് താരം, ഹർമൻപ്രീത് സിംഗ് ഹോക്കി താരം, പ്രവീൺ കുമാർ പാരാ അത്ലറ്റിക്സ്, മനു ഭാക്കർ ഷൂട്ടിംഗ് താരം. IMF റിപ്പോർട്ടുകൾ പ്രകാരം 2025 ലോകത്തെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് HDFC ബാങ്ക്. കവരത്തി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന HDFC ബാങ്ക്. ലോക്പാൽ അധ്യക്ഷൻ ജസ്റ്റിസ് AM ഖാൽവിൽക്കർ. സുസ്ഥിര വികസനത്തിനുള്ള UN ഷാങ്ഹായ് ഗ്ലോബൽ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ നഗരം തിരുവനന്തപുരം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.